ഇന്ന് വിഷു. ഇന്ന് നമ്മുടെ അതിഥി ആരെന്നറിയണ്ടേ? കമ്മട്ടിപ്പാടത്തിലെ ബാലേട്ടൻ. ഇന്ന് മണികണ്ഠൻ്റെ വിഷുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ സർക്കാർ അവാർഡ് വാങ്ങിയത് മണികണ്ഠനാണ്. നമുക്ക് മണികണ്ഠനുമായിട്ട് സംസാരിക്കാം. മണികണ്ഠ, എന്തുണ്ട് ഈ തവണത്തെ? അമ്മ ഓ, ഇന്ന് ഈ തവണത്തെ വിഷുവിന് വലിയ പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ അമ്മേ? അതെന്താ പ്രത്യേകത ഈ തവണത്തെ വിഷുവിന്? അവാർഡ് കിട്ടിയെന്ന്. മണികണ്ഠ, എങ്ങനെയുണ്ട് വിഷു? നന്നായി പോണു. സന്തോഷമായിട്ട്. സാധാരണ വിഷു ഒക്കെ എല്ലാം യാന്ത്രികമായിരുന്നു. അതായത് വിഷു ആയാലും ഓണമായാലും അത് എൻ്റെ ഒരു ചടങ്ങായിട്ട് പോകുന്നു എന്നല്ലാതെ. പക്ഷേ ഈ വർഷം നമ്മൾ സമാധാനമായിട്ട് ഇരുന്ന് സാമ്പത്തികത്തിൻ്റെ ഒരു സഹായം ഉണ്ട്. പണ്ടതില്ല. ഇപ്പോൾ സുഖമായിട്ട് വീട്ടുകാരായിട്ട് ഇരിക്കുന്നു, കൂട്ടുകാരായിട്ടൊക്കെ അടിച്ചു പൊളിച്ച്. തലേദിവസമേ വിഷുവിൻ്റെ സംക്രാന്തിയും ആഘോഷം. ഉറക്കക്ഷീണമുണ്ടല്ലോ, എന്താ? പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു, കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ലൊരു ആഘോഷമായിരുന്നു തലേദിവസം, ഇന്നലെ അല്ലേ? ഇതെന്നാ പ്രത്യേകിച്ച് എന്നാ വിഷുവിന് ഉണ്ടാക്കിയേക്കണം? ഇനി തുടങ്ങണം. രാവിലെ തന്നെ ഞങ്ങളിങ്ങ് വന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഞങ്ങൾക്ക് ഇവിടെ പിന്നെന്താ അല്ലേ? അല്ലേ? നമുക്ക് സുഹൃത്തുക്കളൊക്കെ അവിടെ ടൗണിലുണ്ടോ? ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്. നമുക്ക് അവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണ്ടേ? തീർച്ചയായിട്ടും. വണ്ടിയിൽ എങ്ങനെ പോകണ്ടേ? അല്ല, മണികണ്ഠ എന്തോ വണ്ടി വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ വാങ്ങിയ വണ്ടി. ഇതാണ് വണ്ടി? ഞങ്ങളോടത്ത് വലിയ കാറൊക്കെ വാങ്ങിയത്. നമ്മൾ എന്താണ് ആവശ്യം അതാണ് ചെയ്തേക്കണം. അതല്ലേ? കാറിന്റെ ആവശ്യം വരുമ്പോൾ കാർ വാങ്ങിക്കാം. ആദ്യമായിട്ട് വാങ്ങിയ വണ്ടിയാണോ? ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു 2 വീലർ സ്വന്തമായി അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് ടൗണിൽ പോയാലോ കൂട്ടുകാരൊക്കെ? ബാലഞ്ചേട്ടന്റെ കമ്മട്ടിപ്പാടത്തെ പിള്ളേര്. അതല്ലേ? ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളെ പിള്ളേര് കുറെ പേരുണ്ട്. ആഘോഷമായിട്ട് വിഷുവിന്റെ തിരക്കും സ്വന്തപ്പെട്ട വീട്ടിലൊക്കെ പോയി അല്ലേ? കൈനീട്ടമൊക്കെ എത്ര കിട്ടി? കൈനീട്ടം കിട്ടി തുടങ്ങുമല്ലേ? കിട്ടി തുടങ്ങുമല്ലേ? ഇതാണ് ജയൻചേട്ടൻ. ഞങ്ങളുടെ അയൽവാസി, എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്ന കൂട്ടുകാരനും ചേട്ടനൊക്കെയാണ്. അതല്ലേ? വിഷു ഒന്ന് ആഘോഷിക്കാണല്ലോ. എന്തായി വിഷുയുടെ? അതല്ലേ? മണികണ്ഠന്റെ വിഷുവിന് ഈ തവണത്തെ പ്രത്യേകത ഉണ്ടല്ലോ. അവാർഡ് കിട്ടേണ്ടതല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ മണികണ്ഠനായിട്ടൊരു യാത്ര സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അങ്ങോട്ട് വരില്ലേ? കവലേക്ക് വരില്ലേ? ജംഗ്ഷൻ ഞങ്ങൾ പോകട്ടെ. എനിക്ക് കമ്മട്ടിപ്പാടമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ സിനിമ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായി ചെയ്യാൻ കഴിഞ്ഞത് ഞാനിവിടെയൊക്കെ ഉള്ള ഒരാളായതിൻ്റെ പേരിലാണ്. കാരണം അത്തരം ജീവിതങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലം മാറിപ്പോയ ആ ഒരു കാഴ്ച മാറുമ്പോൾ നമ്മൾ സാക്ഷിയായി നിൽക്കുകയാണല്ലോ. കൂടുതൽ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ശരിക്കും കമ്മട്ടിപ്പാടത്തിലെ അഭിനയം ഒരു ജീവിതവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? അല്ല, ക്യാരക്ടറും ഞാനുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അത്തരം കഥാപാത്രങ്ങളെ കാണാനും അല്ലെങ്കിൽ അതേപോലത്തെ ജീവിതങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്തരം അനുഭവങ്ങളില്ല. കാരണം നമുക്ക് പണ്ട് പോലെ വീടില്ലാത്തതുകൊണ്ട് വാടക വീടായ കാരണം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഉണ്ടാവില്ല. തൃപ്പൂണിത്തുറ മുഴുവനും പരിചയക്കാരും കൂട്ടുകാരുമാണ്. കാരണം എല്ലായിടത്തും പോണയിടത്തൊക്കെ നമ്മളായിരിക്കും നാട്ടിലെ പയ്യൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലം ഇത് തന്നെയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് വീടൊക്കെ ഇല്ലില്ല, പണയത്തിന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് കിടന്നു വന്നിരുന്നത് അല്ലേ? അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്നൊക്കെ
കുറച്ച് നാൾ തോന്നി. പക്ഷേ ഇപ്പോൾ എനിക്കത് റിലാക്സ് ചെയ്ത് നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുമ്പോൾ ആ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അത് റിഹേഴ്സലായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു സീറ്റിലേക്ക് വരാനുള്ള ഒരു പരിശീലനമായിരുന്നു ആ ജീവിതം. അത് രസമായിട്ട് തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ അത് കഷ്ടപ്പാടായിരുന്നു അങ്ങനെ എന്നുള്ള സങ്കടം അതൊന്നുമില്ല. ഹാപ്പിയാണ് മൊത്തത്തിൽ. അല്ല, ജീവിതത്തിൽ ഒത്തിരി സങ്കടപ്പെടേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? അല്ല, അത് ജീവിതമാണല്ലോ. എല്ലാം സുഖവും ചിരിയും മാത്രമല്ല. എന്താ പറയുക, എല്ലാ വികാരങ്ങളും അനുഭവിക്കണ്ടേ? അതല്ല ഒരു ആ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആ സന്തോഷത്തിലും ദുഃഖത്തിലും കൂട്ടുകാർ തീർച്ചയായിട്ടും കൂടുതലും നമ്മൾ സന്തോഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുക. ദുഃഖങ്ങൾ അങ്ങനെ എല്ലാവരോടും പങ്കുവയ്ക്കാറില്ല. അത് ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും ഒക്കെ ദുഃഖവും നമ്മളുടെ എന്താ പറയുക ഈർച്ചകളൊക്കെ നമ്മുടെ ദേഷ്യങ്ങൾ കലികളൊക്കെ തീർക്കുന്നത് വീട്ടിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്. അപ്പോൾ അവർക്ക് അവർ അന്നും ഇന്നും ഒപ്പമുണ്ട്. നമ്മൾ എന്താ പറയുക, പൊട്ടിക്കരഞ്ഞാലും പൊട്ടിച്ചിരിച്ചാലും കൂടെ കരയാനും ചിരിക്കാനും വരുന്നുണ്ട്. അങ്ങനെ കരയേണ്ട സാഹചര്യം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അങ്ങനെ എന്താ പറയുക, ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ എടുത്ത് ഒരു ഇതായിട്ട് പറയേണ്ട കാര്യമില്ല. അതിന് വളരെ ചെറുതായിട്ട് തന്നെ കണ്ടാൽ മതി. എങ്കിലും ആ കഷ്ടപ്പാട് ഇപ്പം ഒരു സന്തോഷത്തിലേക്ക് നിറവിലെത്തിയിരിക്കുകയാണ് അല്ലേ? ഒരു അവാർഡ് കിട്ടി, ഒരു സ്വഭാവ മോഡലിലേക്ക് എത്തിച്ചേരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ക്ഷേത്രത്തിൽ എടുത്തിട്ട് പോയാലോ അല്ലേ? ക്ഷേത്രം എല്ലാ ദിവസവും വന്ന് തൊഴുത് അല്ല, എല്ലാ ദിവസവും ഉള്ള ദിവസമാണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു ഭക്തനല്ല. എന്നാൽ ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പം മുതൽ അമ്പലവാസിയാണ്. ഭജനയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെയും നടന്നിട്ടുണ്ട്. ഈ അമ്പലത്തിനോട് ക്ഷേത്രത്തിനോടൊക്കെ ഭക്തിയുടെ അപ്പുറത്തേക്ക് നമ്മളുടെ പ്രദേശം അല്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളിൽ നമുക്ക് ഭയങ്കര ആവുക. നമ്മളുടെ വിഷ്വൽസ്, നമ്മളിനി ഇതിൻ്റെ അപ്പുറത്ത് ഏത് താജ്മഹൽ കണ്ടാലും നമുക്ക് നമ്മുടെ അമ്പലം, നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ പാടം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു സുഖമുണ്ട്. അതാണ് ഇവിടെയൊക്കെ വരാൻ പ്രേരിപ്പിക്കുന്നത്. ഭക്തി മാത്രമല്ല. ഇപ്പം ഈ വിഷു ദിവസം ആയതുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, പണ്ട് കാലങ്ങളിലൊക്കെ വിഷുയുടെ ഒരു ആഘോഷങ്ങൾ, നമുക്ക് ചെറുപ്പകാലത്തുള്ള ആഘോഷം, ഇപ്പോഴത്തെ വിഷുവായിട്ടുള്ളൊരു വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തിരിക്കുന്നത്? ഒന്ന്, ഞാൻ ഇങ്ങനെ ഫോക്കസല്ല ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഒബ്സർവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. പഴയ വിഷു ഇപ്പോഴത്തെ വിഷുവായിട്ട് എനിക്ക് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കയ്യിൽ പൈസ ഉണ്ട്, അത്യാവശ്യം വീട്ടിൽ ചിലവിന് കൊടുക്കാൻ പറ്റി. ആർക്കെങ്കിലും വിഷു കൈനീട്ടം വാങ്ങാനേ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം കൊടുക്കാൻ സാധിച്ചു. നമ്മളുടെ കാരണന്മാർക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു 10 രൂപ വെച്ച് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. വിഷു കൈനീട്ടമായാലും ഒരു വേറെ എന്ത് സഹായമായാലും അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒരാൾക്ക് ഒരു നന്മ പറയുകയാണെങ്കിൽ തന്നെ അതിന് നമുക്കൊരു യോഗം ഉണ്ടാവണം. അടുത്ത പ്രൊജക്റ്റ് ഏതാണ്? ഇപ്പോൾ കമ്മട്ടിപ്പാടം കഴിഞ്ഞ് അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അതേ സാധനങ്ങൾ പിന്നെ വന്നിട്ടില്ല. കമ്മട്ടിപ്പാടം പാലം എന്ന് പറയുന്നൊരു ഇടിച്ചു പൊളിച്ച് നിൽക്കുന്ന ഒരാളുടെ വേഷമായിട്ട് അധികം കഥകൾ വന്നിട്ടില്ല. വന്നത് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അത് എനിക്ക് ഈ സിനിമയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് എൻ്റെ ഒരു ഭാഗ്യക്കേട് കൊണ്ട് അത് ഇറങ്ങിയൊരു സമയം വെച്ചിട്ട് ആളുകൾക്ക് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര ടൈറ്റ് സമയത്താണ്. അതായത് മെക്സിക്കൻ അപരാധയും അങ്കമാലി ഡയറീസും അങ്ങനെ ഒരുപാട് വലിയ വലിയ ചിത്രങ്ങളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ട് ചെറുതായിട്ട് അതിൽ നിന്ന് മുങ്ങിപ്പോയി എന്ന് തന്നെ പറയുന്നത്. പക്ഷേ അത് കാണേണ്ട ഒരു സിനിമയായിരുന്നു. അത് നന്നായി ചെയ്തിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുകയും എഴുതുകയും ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അത് കമ്മട്ടിപ്പാടം കണ്ടതുപോലെ തന്നെ കേരളം മുഴുവൻ കാണേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ആ കഥയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കമ്മട്ടിപ്പാടം ബാലനുമായി ബന്ധമുള്ളത് കൊണ്ടാണ് അതത്ര നന്നായി ചെയ്ത് എന്ന് ഒരു തോന്നൽ മാറ്റാൻ കഴിയുന്ന ഒരു ക്യാരക്ടറായിരുന്നു അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമയിലെ മുരുകൻ എന്ന് പറയുന്നത്. അത് വേണ്ടത്ര കണ്ടില്ല. ഇനി ചാനലുകളിലും
അല്ലെങ്കിൽ CD ഒക്കെ ആയിട്ട് വരുമ്പോൾ പതുക്കെ പതുക്കെ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സിനിമ ചാനലുകളിലും CD ഒക്കെ ഹിറ്റാവും. കാരണം ഒരു വേറൊരു ട്രെൻഡിലാണ് നമ്മുടെ പ്രേക്ഷകർ പോകുന്നത്. ഇപ്പോൾ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അങ്കമാലി അങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് നല്ല സിനിമകൾ വന്ന് നീങ്ങി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരുന്നു അലമാര വരുന്നത്. അത് കഴിഞ്ഞ് അലമാരയിൽ ഈ പറഞ്ഞതുപോലെ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. സിനിമ ഇനിയും ആളുകൾ കാണാനുണ്ട്. കാരണം നന്നായി അത് ഒരു വിഷമമില്ലാതെ തന്നെ പോയിട്ടുണ്ട്. നമുക്കൊരു ഇപ്പോൾ ഈ അയാൾ ജീവിച്ചിരിപ്പുണ്ട് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടെങ്കിൽ അലമാരയെ കുറിച്ചിട്ട് നമുക്ക് ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംവിധായകനും പ്രൊഡ്യൂസറും ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ ഹാപ്പിയായി. ഇപ്പോൾ ഏത് പടം ഷൂട്ട് നടക്കുന്നു? ഏത് പടത്തിലാണ്? ഇപ്പോൾ കമ്മട്ടിപ്പാടം ടീമിൻ്റെ തന്നെ ഒരു പുതിയ പടമാണ്. അതായത് രാജീവേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. B. അജിത് കുമാർ കമ്മട്ടിപ്പാടത്തിൻ്റെ എഡിറ്റർ, സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള എഡിറ്റർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഷെയ്ൻ നായകനായിട്ട് ചെയ്യുന്നൊരു ചിത്രം. ഇപ്പോൾ നമ്മളിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ആൾക്കാരിൽ ഒരു വിവാഹത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു. വിവാഹത്തിനെക്കുറിച്ച് ഇനിയും അതിന് സമയമുണ്ട്. കാരണം എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതൊക്കെ നടക്കുന്നതാണ്, നടത്തുന്നതല്ല. അത് നടന്നോ അതിൻ്റെ പാട്ടിന്? അങ്ങനെ ആരെങ്കിലും ഇല്ല ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അല്ല, മനസ്സിൻ്റെ ചിരിയിൽ നിന്ന് ആരെയോ കണ്ടുവച്ചിട്ടുണ്ടോ? പറയാൻ അങ്ങനെ ആരോ ഉണ്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഉണ്ട് എല്ലാം. അല്ല, അത് അമ്മയൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു വിവാഹമുള്ളൂ. അതൊക്കെ വീട്ടുകാരായിട്ട് ആലോചിച്ച്. വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വീട് വെക്കണം, ചേട്ടന്മാർ വിവാഹിതരാവണം. ഒരു പുരുഷൻ്റെ വിവാഹത്തിന് മുമ്പുള്ള അവൻ്റെ ഒരു തിളപ്പും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പക്വതയാവും. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് സിനിമയിൽ ഒരു കാറ് പുഴയിലേക്ക് പോയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആൾ ചാടണം. അപ്പോൾ എന്നോട് ചാടാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ കഥാപാത്രം നന്നാവാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് എടുത്ത് ചാടി. ഒരു പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കും, അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനിയും ഈ ഫയറോടെ കുറേ ഈ ഒരു സ്പിരിറ്റോട് കൂടി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് പറയുന്ന ഈ മനസ്സ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മാത്രമേ ഉണ്ടാവൂ. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനത്തെ കുറേ സെൻറ്റിമെൻസിലേക്കൊക്കെ പോകും. അപ്പോൾ ഭാര്യയോട് മാത്രമുള്ള അമ്മയോടും ബാക്കിയുള്ളവരോടും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അത് ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ, അത് എന്താണ് മാജിക് എന്നറിയില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിക്ക് കയറി വരുന്ന ആളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നത്. ആദ്യം പോലുള്ള അമ്മയോ അല്ലെങ്കിൽ കൂടെ പറഞ്ഞവരോ അവരെക്കാളൊക്കെ ഒരു സ്ഥാനം ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് പോകും. അത് എൻ്റെ ജീവിതമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ നടക്കുന്നതെല്ലാം അങ്ങനെയാണ്. ക്ലീഷയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കവലയിലേക്ക് ഒന്ന് പോകണ്ടേ? പിന്നെ തീർച്ചയായിട്ടും കവലയിൽ പോയി ചായ കുടിക്കാം. വേലാഞ്ചേട്ടൻ്റെ കടയിൽ പോയി ചായ കുടിക്കാം. ചേട്ടാ ഒരു അടിച്ച ചായയും ഒരു അടിക്കാത്ത ചായ. മണികണ്ഠൻ അടിക്കാത്ത ചായ അല്ലേ? ഞാൻ അടിക്കാത്ത ചായ. ഇവിടെ പൈസയുടെ പ്രശ്നമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ പേര് പറഞ്ഞു തന്നാൽ ഇവിടെ ചായ കൊടുക്കും. അതെ, അപ്പൊ ഇനി ഞങ്ങൾ വന്നാലും ഏതായിട്ട് മണികണ്ഠൻ്റെ പേര് പറഞ്ഞാൽ മതിയോ? പിന്നെ അതല്ലേ, അത് ഏത് സമയത്തും റെഡി. ഈ തിരക്കൊഴിഞ്ഞ സമയം ഇപ്പം സിനിമയിലൊക്കെ ആയപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ ഉള്ള സമയത്തൊക്കെ ഇവിടെ വന്ന് പോകും അല്ലേ? ചായക്കട വന്ന് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഫസ്റ്റ് വന്നത് രാവിലെ എഴുന്നേറ്റ് ആദ്യം വന്നത് ഇവിടെയാണ്. ഇവിടെ വന്നൊരു ചായ കുടിക്കാം. ചായ കുടിച്ച് അപ്പുറത്ത് കണ്ണൻകുളങ്ങര കുളമുണ്ട്, ഇടയ്ക്ക് കുളത്തിൽ പോയി കുളിക്കും.
എന്നിട്ടുള്ള പരിപാടിയുള്ളൂ അല്ലേ? സുഹൃത്തുക്കളൊക്കെ ഇവിടെ കൊണ്ടുവരുമോ? ഭാഗ്യം. സുഹൃത്തുക്കൾ ഇന്നിപ്പോ ഈ അങ്ങനെ രാവിലെ വന്ന് ചായ കുടിക്കുക എന്ന് പറയുന്ന ഇതൊരു സംസ്കാരമാണ്. പഴയ ഒരു കാലഘട്ടത്തിന്റെ ഒരു സാധനം പിടിച്ചു തന്നെ. അതിപ്പോ പുതിയ പിള്ളേർക്കില്ല. ഇവിടെ വരുന്നതൊക്കെ വയസ്സായവരാ. അവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടിയേക്കും. അതല്ലേ ആ പ്രായത്തിനൊപ്പം ഉള്ള ഒരാള് പക്വതയുള്ള നമുക്കാണ്. അതെ. ഞാൻ ഈ ചെറിയ നാൾ മുതൽ എന്നേക്കാളും 5 വയസ്സിന് 10 വയസ്സിന് മൂത്തവരായിട്ടാണ് എൻ്റെ കൂട്ട്. അപ്പൊ അതിന്റെ നന്മയും തിന്മയും ഉണ്ട്. വലിയ ആളുകളുടെ കൂടെ നമ്മൾ ഇപ്പൊ 3 വയസ്സിൽ എന്തറിയണോ അത് മാത്രം അറിയാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ 3 വയസ്സിൽ 10 വയസ്സിൽ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ ഒരാളാണ്. കുറച്ച് കൂടുതലാണ് അല്ലേ? അല്ലേട്ടാ ചായ ഒക്കെ ഉഷാറാട്ടോ. പിന്നെ അത് പറയാനുണ്ട്. സൗഹൃദം മുഴുവനും മൊബൈലിലല്ലേ. നേരിട്ട് വന്ന് അതാ ഞാൻ പറഞ്ഞത്, ഇതേപോലെയുള്ള ചായക്കടകളിൽ അല്ലെ ക്ലബ്ബുകളില്ല. ഇപ്പം എൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ നമ്മുടെ ബാസവേരി എന്ന് പറഞ്ഞൊരു നാടക സംഘം ഉണ്ടായിരുന്നു. CAS ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. പിന്നെ പനക്കൽ CC അങ്ങനെ ഓരോ ക്ലബ്ബുകളുണ്ട്. ആ ഓരോ ക്ലബ്ബുകൾക്കും ചേട്ടന്മാർ ദിവസവും വൈകുന്നേരം വന്ന് ഇരിക്കുകയും പത്രത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അതിലൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്താണ് എൻ്റെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ. ഇവിടുത്തെ ഈ എൻ്റെ മുതിർന്നവർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ചായക്കടകളിൽ വന്നിരിക്കുമ്പോൾ അവർ ചർച്ച ചെയ്യുന്നത്. ഞാൻ പത്രം വായിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വാർത്തകൾ ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത് ഇത്തരം കടകളിലും അല്ലെങ്കിൽ ക്ലബ്ബുകളിലും ഒക്കെ പോയിരിക്കുമ്പോൾ, വായനശാലയിലൊക്കെ പോയിരിക്കുമ്പോൾ അവർ തമ്മിൽ വിവരമുള്ളവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായ വിവരം. അച്ഛൻ എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയതാണ്. കൊച്ചിയിലായിരുന്നു അച്ഛൻ്റെ സ്ഥലം. സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് വന്നതാണ്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ തൃപ്പൂണിത്തുറയാണ്. ഈ അച്ഛൻ്റെ പണി മണികണ്ഠൻ ചെയ്യുന്നില്ലായിരുന്നു? സ്വർണ്ണപ്പണി ആദ്യം പോയിരുന്ന ജോലി 6ാം ക്ലാസ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ അളിയൻ്റെ കൂടെ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയി സ്വർണ്ണപ്പണിക്ക് ഇരുന്നു. പക്ഷെ അത് പഠിച്ചില്ല. നമുക്ക് ഒരു പഠിക്കാൻ പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ല ക്ഷമ വേണം ആ പണി നിർത്തി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. വേറെ പല കൂട്ടുകാരുടെ കൂടെ പെയിൻറ്റിങ്ങിനും പൈലിങ്ങിൻ്റെ പണി, കൽപ്പണി, അങ്ങനെ എല്ലാം ഒരു നടൻ എന്താണോ വേണ്ട അതൊക്കെ എനിക്ക് അറിയാതെ കിട്ടിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പരിചയങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, ഒരു താഴത്തുള്ള ജോലികൾ മാത്രമല്ല. ഇപ്പോൾ ക്വാളിറ്റി മെഷീൻസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഒരു കടയിൽ സെയിൽസ്മാനായിട്ട് നടന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ, അവരുടെ ഒരു സംസാരവും പെരുമാറ്റവും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഓഫീസ് ബോയ് ആയിട്ട് നിൽക്കുമ്പോൾ അത് അങ്ങനെ അനുഭവങ്ങൾ അത്യാവശ്യം ചേട്ടാ. ചായ ഒക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മണിയൻ്റെ കൂടെ നമുക്ക് പൈസ മേടിക്കണം, പിന്നെ പൈസ തരാനും പറ്റുള്ളൂ. അതല്ലേ അതല്ലേ. അപ്പോൾ സിനിമയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. സിനിമയ്ക്ക് ഒരു കാലഘട്ടത്തിന് വേണ്ട ആളുകളെ സിനിമ തിരഞ്ഞെടുക്കും. സിനിമയ്ക്ക് വേണ്ടാണ്ടാകുമ്പോൾ സിനിമ കളയും. ഞാൻ കണ്ടിട്ടുള്ള രീതി അതാണ്. അത് ആരായിക്കോട്ടെ, എത്ര വലിയ ആളായിക്കോട്ടെ, സിനിമയ്ക്ക് ആവശ്യമുണ്ട്. സിനിമയ്ക്ക് ആവശ്യമുള്ളപ്പോൾ സിനിമ അയാളെ കൊണ്ടു നടക്കും. സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ സിനിമ അയാളെ പറഞ്ഞു കൊടുക്കും. അത് പാഠമാക്കി തന്നെയാണ് സിനിമ. മാജിക്കാണ്. ആ മാജിക്കിൽ നമ്മൾ എത്ര നാളുണ്ടാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകനാണ്. ബോറടിക്കുമ്പോൾ ചാനൽ മാറ്റുക എന്ന് പറയുന്ന ഒരു നിയമമാണല്ലോ, പ്രകൃതി നിയമം എന്ന് പറയുന്ന പോലെ. നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ ചാനൽ മാറ്റിക്കോളണം. അപ്പോൾ ബോറടിപ്പിക്കാതെ എത്ര നാൾ പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ശ്രമവും പഠനവും ഒക്കെ ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പഠനത്തിലൂടെയാണ് ഒരു യാത്ര, സിനിമയിലേക്കുള്ള യാത്ര. നമുക്ക് അവിടെ അങ്ങ് പോകാം അല്ലേ, കാഴ്ചയിലേക്ക് പോകാം.
ആണോ മണികണ്ഠൻ പഠിച്ച സ്കൂൾ? ഞാൻ KSS സ്കൂൾ, തൃപ്പൂണിത്തുറ KSS സ്കൂളിൽ 2 വരെ പഠിച്ചു. 2 വരെ പഠിച്ചിട്ട് പിന്നെ വരുന്നത് 2ാം ക്ലാസ്സിലാണ് ഇവിടെ വന്ന് ചേരുന്നത്. അപ്പോൾ അവിടുത്തെ അങ്ങനെ പറയത്തക്ക വലിയ ഓർമ്മകളൊന്നുമില്ല. സാധാരണ പോയി ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ചും കൂടി കലാപരമായിട്ട് ഉള്ളൊരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ള ഈ സ്കൂളിൽ തന്നെ അല്ലേ? ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്കൂളുകാരൊക്കെ പിന്നെ സ്കൂളിൽ എനിക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. പഠിപ്പിച്ച ടീച്ചർമാർ വന്നു. അവർക്കൊക്കെ ഒരുപാട് അഭിമാനമായി. എന്താ പറയുക, അന്ന് അപമാനമായിരുന്നു. ഒരുപാട് തലവേദനയായിരുന്നു. ഒരക്ഷരം പഠിക്കില്ല, പിന്നെ ക്ലാസ്സിൽ വരില്ല. ഉത്സവം തുടങ്ങിയ പിന്നെ നമ്മളുണ്ടാവില്ല. ഉത്സവപ്പറമ്പിലായിരിക്കും. ചെണ്ടപ്പുറത്ത് കോല് വീണ പിന്നെ ആ കോലെടുക്കുന്നവരെ ഞാൻ ക്ലാസ്സിലുണ്ടാവാറില്ല. എന്നാൽ പോലും കലോത്സവങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് സജീവമായിരിക്കും. അന്നും അഭിനയം ഒക്കെ ഉണ്ടോ? നാടകം ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത്. മണികണ്ഠൻ പഠിക്കുമ്പോഴും ചേച്ചി ഇവിടെ ഉണ്ടല്ലേ? അപ്പം ചേച്ചീനെ എന്നും ആവശ്യം അവിടെ അല്ലേ? മണികണ്ഠൻ അവാർഡ് കിട്ടിയപ്പം വളരെ സന്തോഷമായില്ലേ? ഓരോ നിമിഷം ഓരോ സ്റ്റെപ്പിന് പഠിത്തം ഞാൻ വളർച്ച ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വേദനകളും ഒക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞങ്ങളെ പോകട്ടെ. ഈ സ്കൂളിലെ ഒരു പശ്ചാത്തലമൊക്കെ ആയപ്പോഴേ നമുക്ക് വിഷുവാണ്, പ്രേക്ഷകർക്കൊരു പാട്ട് കണ്ടില്ലേ? അത് അറിയാവുന്ന ഒരു പാട്ട്. അഭിനയം മാത്രമല്ല, പാട്ടുകാരനും കൂടെയാണെന്ന്. പാട്ടുകാരൻ, മിമിക്രി, ഇതെല്ലാം ഇതിലൊക്കെ പിടിച്ചു വന്നാണല്ലേ? അതെ 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 അതെ. ആയിക്കോട്ടെ, അതായിക്കോട്ടെ. അതാണ് നമ്മളാക്കി മാറ്റിയത് അല്ലേ? ആ പാട്ട് ഒരു കുടുംബ പാട്ടാണ്. അതെ അതെ അതെ. ഞാനറിയും കുരലുകളെല്ലാം എൻ്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനെ. ഞാനേന്തിയ ചാരവും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച, നീ വാരിയ ചുടുചോറപ്പം എന്തേ പോയി നന്മകനെ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കായൽ കരയും കഴവും ആരുടേതുമല്ലൻ മകനെ. പുഴുപുലികൾ, പക്ഷി പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ, പുലയാടികൾ നമ്മളുമൊപ്പം കലഹിച്ചു മരിക്കുന്നിവിടം ഭൂലോകം തിരുമകനെ. നരകിച്ചു പൊറുക്കുന്നിവിടം ഇഹലോകം നിൻ തിരുമകനെ. ആനന്ദം തന്താനെ തന്താനെ തന്താനെ. സിനിമാ നടനാവണമെന്നുള്ള മോഹം ഉണ്ടാവുന്നത് സിനിമാ നടന്മാരെ കാണാൻ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുമ്പോഴാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ എൻ്റെ പ്രചോദനം, ഏറ്റവും ആദ്യത്തെ പ്രചോദനങ്ങൾ ആശാനും KTS പടന്നേരെന്ന് പറയുന്നത്. ആശാനെന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുക. ആശാനും കലാശാല ഇവിടുത്തെ ഭാര്യ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് മതിപ്പ്. ഇവിടെ എല്ലാവർക്കും മതിപ്പുണ്ട്. ആശാനിൽ നിന്നും കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വരണം. അതായത് ആശാനൊന്നും ഇവിടെ സിനിമാ നടനായിട്ടല്ല ആശാൻ ജീവിക്കുന്നത്. ആശാൻ അങ്ങനെയല്ല. ഇവിടെ ഉള്ളൊരു ആശാൻ പറഞ്ഞതുപോലെ അങ്ങനെയല്ല ഇവിടെ ഉള്ളവർ കാണുന്നു. സുപ്രഞ്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എങ്ങനെയായിരുന്നു ആശാൻ ചെറുപ്പത്തിൽ, അതേപോലെ തന്നെ പോകുന്നു. അപ്പോൾ ഇവരെയൊക്കെ ആണ് എൻ്റെ ഒരു പഠനം, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് മതിമറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ എന്നും തൃപ്പൂണിത്തുറക്കാരനായിട്ട് തന്നെയാണ്. സിനിമാ താരമല്ല, തൃപ്പൂണിത്തുറക്കാരനായിട്ട് ജീവിക്കുന്നതിലാണ് നമുക്ക്
നമ്മുടെ അഷ്ടാഘോഷ കലാപരിപാടികളൊക്കെ നടക്കുന്നത് ലായം ഇപ്പോൾ അത് കൂത്തമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കും വൈകുന്നേരങ്ങളിൽ. എല്ലാം സായം സന്ധ്യകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഈ മരത്തിന് ഒരുപാട് കഥ അറിയാവുന്ന മരമാണ്. കാരണം നമ്മൾ അയവിറക്കുന്നത് ഇവിടെ വന്നിരുന്നതാണ്. തീർച്ചയായിട്ടും മണികണ്ഠ, പ്രേക്ഷകരോട് ഈ വിഷുദിനത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് എന്താ പറയുക, മലയാളികൾ തന്നിട്ടുള്ള കൈനീട്ടം അത് ഒരു കൊല്ലവും ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. കാരണം കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമ എനിക്കൊരു കൈനീട്ടമാണ്. പിന്നെ സംസ്ഥാന സർക്കാർ വന്നിട്ടുള്ള ഏറ്റവും മികച്ച സ്വഭാവ നടനുള്ള അവാർഡ്, അത് മറക്കാൻ കഴിയാത്തൊരു കൈനീട്ടമാണ്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള കൈനീട്ടം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ എന്താ പറയുക, നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക, നല്ല മനുഷ്യനായി ഈ വിനയവും മര്യാദയും ബഹുമാനവും ഒന്നും നഷ്ടപ്പെടാത്ത ഒരു നല്ല കലാകാരനായി ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് കൈനീട്ടമായി എന്നേക്കുമായി തരികയാണ്. തീർച്ചയായിട്ടും മണികണ്ഠൻ പറഞ്ഞതുപോലെ മണികണ്ഠൻ്റെ ഒരു ദിവസം വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് വേണ്ടി ഈ വിഷുദിനം ചെലവഴിച്ചത്. മണികണ്ഠനുമായിട്ടുള്ള ഈ പ്രത്യേക ഒരു പരിപാടി ഒന്നുമല്ല, ഒരു ജീവിത തുറന്നു കാട്ടുന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മണികണ്ഠന് ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണികണ്ഠ തീർച്ചയായിട്ടും എല്ലാ ഭാവങ്ങളും എല്ലാ പ്രേക്ഷകർക്കും 1000 വിഷു ആശംസകൾ.